കുറച്ച് സ്റ്റിക്കി നോട്ടൊക്കെ എടുത്ത് കുറച്ച് എഴുതി ഇങ്ങനെ വാളിലൊക്കെ പേസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റിക്കി നോട്ട് എടുത്തു. ഇത് 2017-ലോ 2018-ലോ ഇഫ് ഐ എം നോട്ട് റോങ് എനിക്ക് കിട്ടിയതാണ്. കണ്ടു, ഇവിടെയൊക്കെ പൊടി പിടിച്ചു, ഇവിടെയൊക്കെ നല്ലോണം പൊടിയുണ്ട്, കാരണം ഞാനത് ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എന്താ പറയുക, ഒട്ടിച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചപ്പോഴാണ് മനസ്സിലായത് അതവിടെ നിൽക്കുന്നില്ല. ബിക്കോസ് ഓവർ ദി ഇയേഴ്സ് അതിൻ്റെ പശ പോയി. കാലം കുറച്ചായി, 2017-18. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്. നല്ല ബെസ്റ്റ് ഒരു നല്ല നമ്മൾ ഭാവിയിലേക്ക് സേവ് ചെയ്ത് വയ്ക്കുന്ന എന്തിനോ വേണ്ടി സേവിങ് വേണം. ഡെഫിനറ്റ്ലി വി ഹാവ് ടു സേവ് ഫോർ ദ ഫ്യൂച്ചർ. പക്ഷേ അത് ലാസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ആവും. കാരണം ചിലപ്പോൾ നല്ല വില കൂടിയ പെർഫ്യൂംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ വിചാരിക്കും നല്ല ഫങ്ഷൻ വരട്ടെ, അപ്പം ഞാനത് യൂസ് ചെയ്യാം. നല്ല ഡ്രസ്സ് അവിടെ തന്നെ ഇരുന്നോട്ടെ, നല്ല ഫങ്ഷന് പോകുമ്പോൾ മാത്രമേ ഞാൻ അതെടുക്കാം. അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ഡേ വരട്ടെ, അതിന് ഞാനത് ഉപയോഗിക്കാം. എന്താണ് സ്പെഷ്യൽ ഡേ? നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും സ്പെഷ്യൽ ഡേ ആണ്. അല്ലെങ്കിൽ ഇതുപോലെ ഇറ്റ് വിൽ ഫെയ്ഡ് അവേ, തിങ്സ് വിൽ സ്റ്റാർട്ട് ഫെയ്ഡിങ്. എത്രയോ നല്ല സ്റ്റിക്കേഴ്സ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ എവിടെയും ഒട്ടിക്കാതെ, കാരണം നമ്മൾ സേവിങ് ഫോർ ദ ഫ്യൂച്ചർ. എവിടെയെങ്കിലും നല്ല ബുക്കിൽ മാത്രം ഒട്ടിക്കാൻ. ഇപ്പോഴും ചില സാധനങ്ങളൊക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ട്, ചില സ്റ്റിക്കേഴ്സൊക്കെ. സോ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. സോ ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ. ഇന്ന് എൻജോയ് ചെയ്യുക. സേവ് ഫോർ ദ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി, ബട്ട് don't let it fade away like this glue.